കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഓഫീസിൽ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പോൾ ഒത്തിരി ആൾക്കാർ നേരത്തെ കൂട്ടി ഫോൺ ചെയ്ത് ചോദിച്ച് കൺസൾട്ടിങ് എടുത്തിട്ട് അവർക്ക് ഡേറ്റ് കൊടുത്ത് അവർ ഓഫീസിൽ വരുന്നുണ്ട്, അവരവരുടെ പ്ലാനുമായി വരുന്നുണ്ട്. വന്നിട്ട് നമ്മൾ കൺസൾട്ടിങ്ങിനായിട്ട് ഓരോരുത്തർക്കും കൺസൾട്ട് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കോട്ടയത്തുനിന്ന് ഒരു സാറ് വന്നിട്ടുണ്ട്. കോട്ടയത്തുനിന്നൊരു സാറ് വന്നിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, സാറേ വടക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് വരാൻ പാടില്ല എന്ന് സാറിൻ്റെ ഒരുപാട് പ്രോഗ്രാമിൽ കണ്ടു. അത് വന്നാൽ വലിയ ബുദ്ധിമുട്ടാണെന്ന് ഞാനത് മനസ്സിലാക്കുകയും ചെയ്തു. എൻ്റെ ഒരു വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ആ ഒരു ക്ലയൻറ്റ് എന്നോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്തുവിൻ്റെ പ്ലാനും വീടിൻ്റെ പ്ലാനും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ പറമ്പാണ്. ഈ പറമ്പിൽ ദിക്കുകൾ തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പറമ്പ് നിൽക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കിണർ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് വശത്ത് ഈ ഭാഗത്താണ് ഇദ്ദേഹത്തിൻ്റെ കിണർ നിൽക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്നത് ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്, വീട് നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത പറമ്പിൽ ഈ ഭാഗത്ത്, അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ട്. ഈ സെപ്റ്റി ടാങ്ക് ഇദ്ദേഹത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണല്ലോ നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പറമ്പിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണല്ലോ അവരുടെ സെപ്റ്റി ടാങ്ക് നിൽക്കുന്നത്. ഇത് ഇദ്ദേഹത്തിന് ദോഷമുണ്ടോ? ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ? അതായത് അവിടെ സാറ് പറഞ്ഞു ഈശാന കോണാണ്, അവിടെ ഈശ്വരൻ്റെ സങ്കല്പമുള്ള സ്ഥലമാണ്, വാസ്തുപുരുഷൻ്റെ ശിരസ് വരുന്ന സ്ഥലമാണ്, അവിടെ നവഗ്രഹങ്ങൾ ഗുരുവിൻ്റെ സ്ഥാനമാണ്, അപ്പോൾ അവിടെ എപ്പോഴും നല്ല വൃത്തി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഇവിടെ സെപ്റ്റി ടാങ്ക് വന്നിട്ടുണ്ട് സാറേ, എന്തോ ചെയ്യാൻ പറ്റും, എനിക്കതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഇയാൾ മെയിനായിട്ടും വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വാസ്തുപ്രകാരം പല പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം അതെല്ലാം അല്ല കാര്യമാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിലാണ് അദ്ദേഹം തൂങ്ങി നിൽക്കുന്നത്. ഇദ്ദേഹം ഇതിൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളെ ബാധിക്കില്ല, ഇത് അവരുടെ പറമ്പ് വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പോയിരിക്കുകയാണ്. അപ്പം ഇതിപ്പോൾ ചെറിയൊരു ഏരിയയായിട്ട് വരച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ വീട് ഇവിടെയാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെയും കിഴക്ക് ഇതാണല്ലോ, പടിഞ്ഞാറ് ഇതാണല്ലോ, ഇത് തെക്കും ഇത് വടക്കുമായിട്ട് വരുമല്ലോ. അപ്പോൾ അവർക്കിത് എവിടെ വന്നിട്ടുണ്ട്? അവരുടെ പറമ്പിൻ്റെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആണെങ്കിലോ വടക്ക് കിഴക്ക്. ഇത് വേറൊരു വാസ്തുമണ്ഡലമായി തിരിഞ്ഞു. ഇതിൻ്റെ 4 സൈഡും ഇദ്ദേഹം മതില് കെട്ടി തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏരിയ തിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഒരു കാരണവശാലും ഇത് ബാധിക്കില്ല. അതേസമയം ഇവിടെ യാതൊരുവിധ അതിരുകളോ മറ്റൊന്നുമില്ല. ഇവിടെ വെറും പ്ലെയിനായിട്ട് കിടക്കുകയാണ്. ഈ 2 ഭൂമിയും ഒന്നായി കിടക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും ഇദ്ദേഹത്തെ ഇത് ബാധിക്കും. അതേസമയം ഇത് 4 വശവും മതിൽ കെട്ടി കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെപ്റ്റി ടാങ്ക് ദിക്കുപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വിഷയമേ അല്ല. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സെപ്റ്റി ടാങ്കും ഇദ്ദേഹത്തിന്റെ കിണറുമായിട്ട് എന്ത് ദൂരമുണ്ടോ, അപ്പോൾ അതിന് അവർ പറയുന്ന ഒരു മീറ്റർ കണക്കിൽ അത് വന്നിട്ടുണ്ടോ, ഇതിലെന്തെങ്കിലും നെഗറ്റീവ് ഇതിലോട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. അല്ലാതെ വാസ്തുപ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇദ്ദേഹത്തെ ബാധിക്കില്ല. അതേസമയം ഈ വീട്ടുകാരനെ ഇതെങ്ങനെ ബാധിക്കും? ഇദ്ദേഹത്തിന് ഇത് എവിടെ വന്നിട്ടുണ്ട്? തെക്ക് കിഴക്ക് ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഉറപ്പായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടക്കണിയിലേക്കും പോകാനുള്ള സാധ്യത ഈ സെപ്റ്റി ടാങ്ക് മൂലം ഉണ്ടാകും. ഈ വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാനത് അദ്ദേഹത്തെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പ്ലാനിലേക്ക് വന്നിട്ട് ഈ പ്ലാൻ പ്രകാരം ഇന്ന സ്ഥലം ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടായിരുന്നു സാറേ ബുദ്ധിമുട്ട്. ഞാൻ വിചാരിച്ചു ഈ കിണർ ഇവിടെ നിൽക്കുന്നത് എന്നെ ബാധിച്ചിരിക്കുകയാണെന്ന്. അതല്ല, ഇതാണ് പ്രശ്നം. നിങ്ങൾ ഇത് കറക്റ്റ് ചെയ്യൂ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അദ്ദേഹം അത് കറക്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. ഇത് അദ്ദേഹത്തെ ബാധിക്കത്തേയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ചിലർ ഇത് യൂട്യൂബിൽ ഇപ്പോൾ നമുക്കൊരു 5 മിനിറ്റത്തെ ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു വാസ്തു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ഫെങ്ഷി കൺസൾട്ടൻ്റ് ആ ഭൂമിയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പറയാനും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് ചില മാറ്റങ്ങളൊക്കെ ചിലത് വരും. ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഒരു കിണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ദിക്കെന്ന് പറയുന്നത് അവർക്ക് തെക്ക് കിഴക്കല്ല,
അത് മറ്റൊരു ദിക്കിൽ കിഴക്കിലോട്ടാണ് മാറിയിരിക്കുന്നത്. തെക്ക് കിഴക്കിൽ ഇരിക്കുന്ന അത്രയും പ്രശ്നങ്ങൾ ഈ കിഴക്കിലത്തെ ടോയ്ലറ്റ് സെപ്റ്റേറ്റ് അങ്ങ് ഉണ്ടാക്കില്ല. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പരിഹാരം ചെയ്യാം. അത് ഏത് ദിക്കാണെന്ന് കണ്ടിട്ടൊക്കെയാണ് ആ ടോയ്ലറ്റിലൊക്കെ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പിന്നെ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മൾ സ്വയം കാര്യങ്ങൾ നിർണ്ണയിക്കാതെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങളൊരു ടൂൾ വെച്ചു, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ഫംഗ്ഷയുടെ ഒരു ടൂൾ വെച്ചു, നിങ്ങളിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നു ഇത് കണക്ക് ഒരു പിന്നെ ഹോഴ്സിനെടുത്ത് നിങ്ങൾ സൗത്തിൽ വെക്കൂ, നിങ്ങൾക്ക് പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാവുമെന്ന് പറയുന്നു. ആ ഹോഴ്സിനെ നിങ്ങൾ സൗത്ത് എന്നുള്ളത് മാറി വെസ്റ്റിലാണ് കൊണ്ടുവച്ചത്, അല്ലെങ്കിൽ വേറെ ഡയറക്ഷനിലാണ് കൊണ്ടുവച്ചത്. വലിയ ദോഷങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല. ഒരുപക്ഷെ ആ റിസൾട്ട് കിട്ടിയില്ല എന്നിരിക്കും. അതേസമയം ദിക്ക് ബേസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതല്ല കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ സൗഭാഗ്യങ്ങൾ നമ്മൾ നമുക്ക് നേടിത്തരാനും ഇത് സഹായിക്കും. ചില ടൂളുകളിലേക്ക് പോകാം. നമുക്ക് ഇത് ഒരു സ്റ്റോണാണ്. ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 7 ചക്രാസ് ആണ്. 7 ചക്രാസും അതിൻ്റെ കൂടെ രുദ്രാക്ഷവും ഇട്ടുള്ള സ്റ്റോണാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും 7 ചക്രങ്ങളുണ്ടെന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അത് റൂട്ട് ചക്രയാണ് ഏറ്റവും അടിയിലത്തെ ചക്ര. നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്തിരിക്കുന്ന ചക്ര റൂട്ട് ചക്ര. അങ്ങനെ ഓരോ ചക്രകളും ഇങ്ങനെ വരും. അങ്ങനെ 7 ചക്രങ്ങളുണ്ട്. അപ്പോൾ ഈ 7 ചക്രങ്ങൾക്കും 7 നിറങ്ങളാണ്. അത് 7 നിറം, ഈ നിറങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ 7 ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനും ഇവ 7 ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിൽക്കുന്നത്. അത് വലിയൊരു സബ്ജക്റ്റാണ്, അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ സ്റ്റോൺസ് ധരിക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ കൈ കിടക്കുന്ന അമത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോണാണ്. ഇപ്പോൾ ഈ അമത്തിസ്റ്റ് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് എപ്പോഴും ഒരു ഈശ്വരാനുഗ്രഹം, ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അമത്തിസ്റ്റിൻ്റെ സ്റ്റോൺ ധരിക്കാം. അതുപോലെ തന്നെ ഇപ്പം മദ്യാസക്തി, അതായത് പറഞ്ഞാൽ മദ്യപാനത്തിനോട് താല്പര്യം, അല്ലെങ്കിൽ സിഗരറ്റിനോട് താല്പര്യം, അങ്ങനെയൊക്കെയുള്ള ലഹരി വസ്തുക്കളോട് താല്പര്യമുള്ളവർക്ക് ഈ അമത്തിസ്റ്റ് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അത് ഒഴിവാക്കാനായിട്ട് വളരെ വളരെ റിസൾട്ടുള്ള ഒരു സ്റ്റോണാണ് അമത്തിസ്റ്റ്. ഇപ്പം ഒരാൾ മദ്യപാനം നിർത്തണമെന്ന് അയാൾ സ്വയം ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അദ്ദേഹം ഒരു അമത്തിസ്റ്റ് വാങ്ങിച്ച് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനോടുള്ള താല്പര്യം സ്വയമേ കുറയുകയും അത് ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാനും ഈ അമത്തിസ്റ്റ് കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ടൂളിലേക്ക് പോവാം. ഇത് വന്നിട്ട് ഇപ്പം ഇത് മറ്റൊരു സ്റ്റോണാണ്. ഇത് സിട്രിൻ്റെ സ്റ്റോണാണ്. ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ മുത്തുകൾ സിട്രിൻ്റെ മുത്തുകളാണ്. ഇപ്പോൾ ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്, സിട്രിൻ മാത്രമുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് അമത്തിസ്റ്റ് ആണ്. അമത്തിസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അടുത്തത് ഗ്രീൻ ആണ്. ഇത് നമുക്ക് ഹെൽത്ത് പരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും നമ്മുടെ ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് ഇത് ധരിക്കാം. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇത് ഫുള്ളായിട്ട് വരുന്നുണ്ട് വൈറ്റ് സ്റ്റോൺ ധരിക്കാം. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവും. ഇത് ടൈഗർ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോണാണ്. ഇത് നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ടൈഗർ ഐ നമ്മളെ സഹായിക്കുന്നതാണ്. ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മളിൽ നിന്ന് സ്റ്റോണുകൾ വാങ്ങിച്ച് ധരിക്കുന്നുണ്ട്. അവർക്കെല്ലാം നല്ല റിസൾട്ട്. ഇപ്പം ഓരോ സ്റ്റോണുകളും ധരിച്ചിട്ട് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടെന്ന് നമ്മൾ വിളിച്ച് പറയുന്നവരുണ്ട്. അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയതായിട്ട് വിളിച്ച് പറയുന്നവരുണ്ട്. അപ്പോൾ നല്ല റിസൾട്ടുകൾ സ്റ്റോൺ തരുന്നുണ്ട്. ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണുകളാണ്. ഇനി നമുക്ക് ഒരു കാര്യത്തെ പറ്റി നമുക്ക് സ്വയം മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം കിട്ടണം. നിങ്ങൾക്കതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡുലമാണ്. ഇപ്പോൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതെല്ലാം പെൻഡുലമാണ്. അപ്പോൾ ഈ പെൻഡുലം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നാളെ ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പം ആ യാത്ര കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുമോ, അല്ലെങ്കിൽ ഞാൻ ആ പോകുന്ന കാര്യം എനിക്ക് സക്സസ് ആകുമോ എന്ന് നിങ്ങൾക്ക് സ്വയം അറിയാൻ ഇത് പെൻഡുലം ഒറ്റനാളത്തെ പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് തീരുമാനത്തിലേക്ക് എത്താൻ പറ്റൂ. പക്ഷേ നിങ്ങൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പെൻഡുലം നമുക്കൊരു വലിയ വഴികാട്ടിയായി ജീവിതത്തിൽ തീരും. അപ്പോൾ പെൻഡുലം ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പം ഇതിൽ ക്ലോക്ക് വൈസും ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസും ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വളരെ നിഷ്പക്ഷമായിട്ട് നിൽക്കണം. നിഷ്പക്ഷമായിട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്നു, ഞാൻ നാളെ ഇന്ന ആവശ്യവുമായിട്ട് പോകുന്നു, അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടോ? ഇങ്ങനെ പെൻഡുലത്തോട് ചോദിക്കുമ്പോഴത്തേക്കും അത് പലർക്കും അവരുടെ ശരി, ചിലർക്ക് ക്ലോക്ക് വൈസ് ആയിരിക്കും, ചിലർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ഭൂരിഭാഗം ആൾക്കാർക്കും ക്ലോക്ക് വൈസ് തന്നെയായിരിക്കും. അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെൻഡുലം ക്ലോക്ക് വൈസിലോട്ട് ഇങ്ങനെ കറങ്ങും. ഇത് ഞാൻ കറക്കുന്നതാണ്. അതല്ലാതെ നമ്മുടെ മനസ്സ് നിഷ്പക്ഷമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സലിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് പെൻഡുലം ആ ഡയറക്ഷനിലോട്ട് ചലിപ്പിക്കും.
അത് പിന്നെ അതല്ല നിങ്ങൾക്ക് അപ്പോൾ യാത്ര കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് കറങ്ങും. ഇതും ഞാൻ ചലിപ്പിക്കുന്നതാണ്. മറ്റത് സ്വയം ചലിക്കും. ഇത് ഞാൻ ചെയ്യുന്നതാണ്, സ്വയം ചലിക്കും. അപ്പം അത് നിങ്ങൾക്ക് ഒത്തിരി നാളത്തെ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പെൻഡിൽ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മളെ നിന്ന് വാങ്ങിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് സ്വയം ഒരു തീരുമാനം എടുക്കാനൊക്കെ നല്ലൊരു ടൂളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൈൻഡ് പവറൊക്കെ ഉപയോഗിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റുള്ള ശാസ്ത്രങ്ങൾ അവർ എത്രത്തോളം വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവരും പക്ഷേ പെൻഡിലത്തെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.